പത്തനംതിട്ട മെഴുവേലിയിലെ കള്ളവോട്ട് ഗൂഢാലോചന എന്ന എഫ്ഐആർ. കോൺഗ്രസ് വാർഡ് മെമ്പറും ബൂത്ത് ലെവൽ ഓഫീസറും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് എഫ്ഐആറിലുള്ള പരാമർശം. മെഴുവേലി പഞ്ചായത്ത് അംഗം ശുഭാനന്ദൻ, BLO അമ്പിളി എന്നിവരാണ് ഗൂഢാലോചന നടത്തിയതെന്ന് എഫ്ഐആർ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, കൃത്യമായ കോൺസ്പിറസി കോൺഗ്രസ് വാർഡ് മെമ്പറും BLOയും ചേർന്ന് ഈ കള്ളവോട്ടിന് വേണ്ടി നടത്തി എന്നാണോ ആരോപിക്കുന്നത്? ഇതാണ് ഈ ഒറ്റ സംഭവത്തിൽ മാത്രമാണോ അതോ വ്യാപകമാണ് എന്ന വല്ല സൂചനയുണ്ടോ? ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇതൊരൊറ്റ സംഭവം മാത്രമാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനാകില്ല. ഇതിൽ കൂടുതൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം 24 ആണ് ഈ ഒരു വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. 94 വയസ്സായ മരിച്ച അന്നമ്മയുടെ വോട്ട് അവരുടെ തന്നെ മരുമകളായ 71 വയസ്സുകാരി ചെയ്തു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. ഇവർ കിടപ്പ് രോഗിയാണെന്നും ഒരു വാദമായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. പിന്നീട് ക്രമനമ്പർ മാറി എന്ന വാദം പിന്നീട് കോൺഗ്രസ് ഉന്നയിക്കാൻ തുടങ്ങി. എന്തായാലും ബൂത്ത് ലെവൽ ഓഫീസറെയും അതുപോലെ തന്നെ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയും ഈ ഒരു ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ആ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് രണ്ടുപേർക്കെതിരെ, അതിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. പക്ഷേ ഈ CDR ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ ശുഭാനന്ദൻ, കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ശുഭാനന്ദനും അതുപോലെ തന്നെ BLO ആയ അമ്പിളിയും തമ്മിൽ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ ക്രമനമ്പർ, മരിച്ച ഈ അന്നമ്മയുടെ ക്രമനമ്പറിൽ അപേക്ഷ നൽകിയത് ഇത്തരത്തിൽ അമ്പിളിയാണ്. അത്തരത്തിൽ അപേക്ഷ നൽകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിട്ടില്ല. ഈ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ മരിച്ച അന്നമ്മയുടെ പേരിലാണ് എന്ന വ്യക്തമായ ബോധ്യം ഇരുവർക്കുമുണ്ട് എന്ന തരത്തിലാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളുകയാണ്. കൃത്യമായി CPM-ന് ഗൂഢാലോചനയാണ്, CPM ആണ് ഈ പരാതിക്ക് പിന്നിൽ. എന്തായാലും തങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. തോമസ് ഐസക്കിനെതിരെ കോൺഗ്രസ് പരാതി നൽകുന്നു. അതിനുശേഷം കള്ളവോട്ട് ആരോപണവുമായി CPM രംഗത്ത് വരുന്നു. എന്തായാലും പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പോര് കളം മൂക്കുന്നതിന്റെ തെളിവാണ് ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നിസ്സംശയം നമുക്ക് പറയാം. അശ്വിനി, ക്രിസ്റ്റീന. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതുപോലെയുള്ള വാക്യുദ്ധങ്ങൾ, അവസാന മണിക്കൂറുകൾ എന്തായാലും ഓരോരുത്തരുടെയും വോട്ടുറപ്പിക്കുക എന്ന നിലയിൽ ഉറപ്പായി കലാശപ്പോരാണ് എന്ന് പറഞ്ഞാൽ, കലാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും പ്രതീക്ഷിക്കണം, എന്ത് വാക്പോരും ഏത് എക്സ്റ്റെൻഡിലും പ്രതീക്ഷിക്കണം. അടുത്ത 3 ദിവസങ്ങളിൽ അതിനിർണായകമാണ്.